ഹായ് ഡിയേഴ്സ്, SSLC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ് നിങ്ങളെല്ലാവരും. സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് കുറച്ച് മുമ്പ് വരെ എങ്ങനെ പഠിച്ചു തീർക്കുമെന്നുള്ള ഒരു വലിയ ബുദ്ധിമുട്ടിലായിരുന്നു നിങ്ങളെങ്കിൽ 21 ചാപ്റ്ററിൽ ഇപ്പോൾ നിങ്ങൾക്ക് എത്രണ്ണം പഠിച്ചാൽ മതി? 15 ചാപ്റ്റർ പഠിച്ചാൽ മതി അല്ലേ? അത്തരം ഒരു ഓഫർ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. സോ നമുക്ക് എങ്ങനെയൊക്കെ പഠിക്കാം, ഏത് രീതിയിലൊക്കെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിവിടെ വന്നിട്ടുള്ളത്. അതുപോലെ നിങ്ങളെ ഫസൽ സാർ എന്ത് ചെയ്യും, ജോഗ്രഫിയുടെ ഭാഗമായിട്ട് ആ കാര്യവും നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരും. ഓക്കെ, നോക്കൂ നിങ്ങൾ. അപ്പോൾ സോഷ്യൽ സയൻസ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് 21 ചാപ്റ്റേഴ്സ് ആണ്. അതിൽ ആദ്യത്തത് SS1 ആണ് അല്ലേ? SS1 ഏതൊക്കെ ചാപ്റ്റർ നമുക്ക് ഓപ്റ്റ് ചെയ്യാം, എങ്ങനെയൊക്കെ പഠിക്കാം എന്ന കാര്യമാണ് ആദ്യം ഞാൻ പറയുന്നത്. സോ നിങ്ങൾ ഈ വീഡിയോ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും അവസാനം വരെ കാണാം. ഞാൻ ഇത് പറഞ്ഞ ശേഷം ആരും പറയും ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ, SS2 കാര്യങ്ങൾ നിങ്ങളെ പ്രിയപ്പെട്ട ഫസൽ സാറും പറയും. സോ നമുക്ക് ആദ്യം പറയാനുള്ളത് ചാപ്റ്റർ 1 അല്ലെങ്കിൽ നമുക്ക് ഏത് പഠിക്കാം? ചാപ്റ്റർ 2 പഠിക്കാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് എന്താണ്, ഓപ്ഷൻ ആണല്ലേ. നമ്മുടെ ചാപ്റ്റർ ഒന്നാമത്തെ ചാപ്റ്റർ റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദി വേൾഡ്, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. അല്ലെങ്കിൽ നമുക്ക് ഏത് പഠിച്ചാൽ മതി? വേൾഡ് ഇൻ 20th സെഞ്ചുറി, ലോകം 20ാം നൂറ്റാണ്ടിൽ. ഇതിൽ ഏതെങ്കിലും രണ്ടിൽ എന്ത് ചെയ്യാം, നമുക്ക് ഒന്ന് പഠിക്കാം. എത്ര മാർക്കാണ് ഇതിൽ ചോദിക്കുന്നത്? 6 മാർക്ക്. മിക്കവാറും നമ്മൾ അവസാന വർഷം വരെ അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് വന്ന ശേഷം അവസാനത്തെ നമ്മുടെ പബ്ലിക് എക്സാമിന് essay ആയിട്ട് ചോദ്യം ചോദിച്ചത് മുഴുവനും ഏത് ചാപ്റ്ററിൽ നിന്നായിരുന്നു? ഈ ഒരു ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നായിരുന്നു. അതുകൊണ്ട് ഈ ഒരു വർഷവും അവസാനത്തെ 6 മാർക്കിൻ്റെ essay നമുക്ക് ഏതിൽ നിന്നും പ്രതീക്ഷിക്കാം? റെവല്യൂഷനിൽ നിന്നും തന്നെ, അല്ലെങ്കിൽ വിപ്ലവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് 5 വിപ്ലവങ്ങൾ പഠിക്കാനുണ്ട്. ഇതുവരെ നമ്മളോട് ചോദിക്കാത്തത് പബ്ലിക് എക്സാമിന് ഏത് മാത്രമാണ്? റഷ്യൻ മാത്രമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് റഷ്യൻ വിപ്ലവം മാത്രം പഠിച്ചിട്ട് പോകാനല്ല, എല്ലാം നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഞാനൊരു പോസിബിലിറ്റി പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ 6 മാർക്ക് നിങ്ങൾ കളയാൻ പാടില്ല. അപ്പോൾ നമ്മൾ പഠിക്കുക. ഇനി എന്താണ്? വേൾഡ് ഇൻ 20th സെഞ്ചുറി അല്ലേ? ഇതിൽ നമുക്ക് ഏത് എടുക്കാമെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുന്നത് ഒന്നാമത്തെ ചാപ്റ്റർ ആയിരിക്കും രണ്ടാമത് പഠിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പമായി വരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. സോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ ഏതായാലും. ഓക്കെ, അടുത്ത് നോക്കിയേ നിങ്ങൾ നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിന്റെ പേര് ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ്, ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും. ഇതിന് നമുക്ക് ചാപ്റ്റർ ആയിട്ട് വരുന്നത് ഏതാടാ? കൾച്ചർ ആൻഡ് നാഷണലിസം, സംസ്കാരവും ദേശീയതയും. എനിക്ക് തോന്നുന്നു ഈ 2 ചാപ്റ്റേഴ്സും എങ്ങനെയാണ്, ഏകദേശം ഒരുപോലെ തന്നെയാണ്. അങ്ങനെ ഭയങ്കരമായ ബുദ്ധിമുട്ടൊന്നുമില്ല പഠിക്കാൻ. സിമ്പിൾ ചാപ്റ്റേഴ്സ് ആണ് കമ്പാരിറ്റീവ്ലി. രണ്ടും എന്താണ്? രണ്ടും ഏകദേശം അല്ലേ, ബലാബലം. നമുക്ക് ഏത് വേണമെങ്കിലും ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും? ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഭാഗത്താണെങ്കിൽ നിങ്ങൾ നിർബന്ധമായി നോക്കേണ്ട കാര്യം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ലാൻഡ് റവന്യൂ സിസ്റ്റം എന്ന് വെച്ചാൽ ഭൂനികുതി സംവിധാനം നിങ്ങൾ നോക്കണം. അതിന് തുടർച്ചയായിട്ട് വരുന്ന കർഷക കലാപങ്ങൾ, പെസൻ റിവോൾട്ടുകൾ, ട്രൈബൽ റിവോൾട്ട്, ഗോത്ര കലാപം, സാന്താൾസിനെ കുറിച്ചും കുറിച്യന്മാരെ കുറിച്ചൊക്കെ കൃത്യമായി ഫോക്കസ് ചെയ്ത് പഠിച്ചു പോകണം. പ്രധാനമായിട്ടും ഇവിടെ നമ്മുടെ 1ാം സ്വാതന്ത്ര്യ സമരം അത് ചോദിക്കാറുണ്ട്. ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആയ അല്ലെങ്കിൽ ഇന്ത്യൻ തുണി വ്യവസായം തകർന്നു പോകാൻ, ഡിക്ലൈൻ ചെയ്യാനുള്ള കാരണമൊക്കെ ഈ ചാപ്റ്ററിനെപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഇനി കൾച്ചർ ആൻഡ് നാഷണലിസം, സംസ്കാരവും ദേശീയതയുമാണെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് മുൻ വർഷങ്ങളിലൊക്കെ എന്താണ്? മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ ഇത് ഓപ്ഷൻ ചാപ്റ്റർ ആയതുകൊണ്ട് ചിലപ്പോൾ ഇതിൽ എന്തുണ്ടാവാൻ ചാൻസ് ഇല്ല, ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. നമുക്ക് മോഡൽ എക്സാമിൽ ഏത് ചാപ്റ്റർ ആണോ മാച്ച് ദ ഫോളോയിങ് വരുന്നത്, മിക്കവാറും അത് തന്നെയായിരിക്കും മാച്ച് ദ ഫോളോയിങ് ഏതിലും വരുന്നത് പബ്ലിക് എക്സാമിന് നമുക്ക് ഉണ്ടാവുന്നത്. ആൻഡ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, അതുപോലെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നിയമങ്ങൾ, നമ്മുടെ എന്താണ് ഇന്ത്യക്കാർക്കിടയിൽ നാഷണലിസം, ദേശീയത വളർത്താൻ കാരണമായ ന്യൂസ് പേപ്പറുകളുടെ പങ്ക് ചോദിക്കും. വിദ്യാഭ്യാസം എങ്ങനെ ഇന്ത്യക്കാർക്കിടയിൽ ദേശസ്നേഹം, നാഷണലിസം വളർത്തിയെന്ന് ചോദിക്കും. ലിറ്ററേച്ചർ അല്ലെങ്കിൽ സാഹിത്യത്തിൻ്റെ പങ്ക്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും. 6 മാർക്കാണ്. ഇപ്പോൾ ഇതിൽ 4ാമത്തെ ചാപ്റ്ററോ അല്ലെങ്കിൽ 5ാമത്തെ ചാപ്റ്ററോ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഓപ്റ്റ് ചെയ്യാം. അടുത്തത് ലോട്ടറിയാണ്. എന്താ ലോട്ടറി എന്ന് പറയാൻ കാരണം? സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്, രാഷ്ട്രവും രാഷ്ട്രതന്ത്രശാസ്ത്രവും. ഇത് നമുക്ക് അല്ലെങ്കിൽ എന്താണ് ഓപ്ഷനായി തന്നത്? സിവിക് കോൺഷ്യസ്നെസ്സാണ്, പൗരബോധം. 8 മാർക്കാണ്. ചുമ്മാ എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റ് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ എത്ര മാർക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടും? ഉറപ്പായിട്ടും 8 മാർക്കിന് സിമ്പിളായിട്ട് നമ്മുടെ കയ്യിൽ പോരും. അപ്പോൾ എന്ത് ചെയ്യാം? ആ 8 മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? കളയാനേ പാടില്ല. ഇതിൽ രണ്ടും എളുപ്പമുള്ള ചാപ്റ്ററാണ്. സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ രാഷ്ട്രത്തിൻ്റെ പ്രധാനപ്പെട്ട 4 എലമെൻറ്റ്സ്, 4 ഘടകങ്ങൾ ഓഫ് സ്റ്റേറ്റിലെ, ഒരു സ്റ്റേറ്റിൻ്റെ 4 എലമെൻറ്റ്സിലെ ഘടകങ്ങൾ പഠിക്കാം. പിന്നെന്താ നമ്മൾ അതിൽ പഠിക്കാനുള്ളത്? ഒരു രാഷ്ട്രത്തിൻ്റെ 2 തരം ചുമതലകൾ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഒബ്ലിഗേറ്ററി ഫങ്ഷൻസ്, ഡിസ്ക്രീഷണറി ഫങ്ഷൻസിലെ എന്തൊക്കെയാണ്? നിർബന്ധിത ചുമതല, വിവേചനപരമായ ചുമതല, അത് പഠിച്ചിട്ട് പോകണം. ഒരു സ്റ്റേറ്റ്, രാഷ്ട്രം എങ്ങനെ ഉണ്ടായി അതിനെക്കുറിച്ചുള്ള തിയറികൾ എന്തായാലും 4 തിയറി ഉണ്ട്, അത് പഠിച്ചിട്ട് പോകണം.
സിറ്റിസൺഷിപ്പ്, പൗരബോധം, അത് നാട്ടിലെ ജനങ്ങൾക്ക് എങ്ങനെ ലഭിക്കുന്നു എന്നതൊക്കെ പഠിച്ചിട്ട് പോകണം. രാഷ്ട്രതന്ത്രശാസ്ത്രം, അതിൻ്റെ പഠന മേഖലകൾ ചോദിക്കും. പൗരബോധമാണെങ്കിൽ പൗരബോധം ഫോസ്റ്റർ ചെയ്യുന്ന, സിവിക് കോൺഷ്യസ്നെസ് ഫോസ്റ്റർ ചെയ്യുന്ന ഏതെങ്കിലും 5 ഘടകങ്ങളുണ്ട്. ചിലപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുക, ചിലപ്പോൾ 2 ഒരുമിച്ചൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മൊറാലിറ്റി എന്ന് വെച്ചാൽ ധാർമ്മികത എന്താണെന്ന് പഠിച്ചിട്ട് പോകണം. അതുപോലെ തന്നെ പൗരബോധം, സിവിക് കോൺഷ്യസ്നെസ് നേരിടുന്ന ചലഞ്ചുകൾ, വെല്ലുവിളികൾ എന്താണ്, അതിനെങ്ങനെ ഓവർകം ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഈ 2 ചാപ്റ്റേഴ്സും ഒരുപോലെയാണ്, സിമ്പിൾ ചാപ്റ്റർ ആണ്, 8 മാർക്കാണ്. ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, ആ മാർക്ക് കളയാൻ പാടില്ല. അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞത് ഓപ്ഷൻസ് ഉള്ള ചാപ്റ്റേഴ്സ് ആണല്ലേ. ഇനി നിങ്ങൾ നിർബന്ധമായും പഠിക്കേണ്ട, കമ്പൽസറി പഠിക്കേണ്ട ചാപ്റ്ററിൽ 1 പൊതുഭരണം, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. 4 മാർക്ക് അങ്ങോട്ട് കിട്ടും. അത് നിങ്ങൾക്ക് അറിയാലോ, എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊതുഭരണം എന്താണ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ്, പ്രാധാന്യം എന്താണ്, ഉദ്യോഗസ്ഥ വൃന്ദം, ബ്യൂറോക്രസി എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്, സവിശേഷത എന്താണ്, ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാ. ഇ ഗവേണൻസ്, ഇന്ത്യൻ സിവിൽ സർവീസ്, അതിനെ 3 ആക്കി തിരിച്ചത് അല്ലെ, ഓംബുഡ്സ്മാൻ, അതുപോലെ വിജിലൻസ് കമ്മീഷൻ, ലോക്പാൽ, ലോകായുക്ത, ഇതൊക്കെ അങ്ങ് പഠിച്ചു വെച്ചോളാം. 4 മാർക്ക് കീശയിലാവും. അങ്ങനെയെങ്കിൽ 6ാമത്തെ ചാപ്റ്ററായ സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം, സമരവും 5 മാർക്കാണ്. സമരവും സ്വാതന്ത്ര്യവും, സ്ട്രഗിൾ ആൻഡ് ഫ്രീഡത്തിന് കിട്ടുന്നത്. പക്ഷേ ഇത് കുറച്ച് വലിയ ചാപ്റ്ററാണ്. ഇവിടുന്ന് ഏത് ഭാഗത്തു നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇതിൽ ഗാന്ധിയുടെ ആദ്യകാല സമരം പഠിച്ചിട്ടില്ലേ നിങ്ങൾ? ചമ്പാരൻ, അഹമ്മദാബാദ്, ഖേദയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ നോൺ കോപ്പറേഷൻ, നിസ്സഹകരണം, സിവിൽ ഡിസൊബീഡിയൻസ്, സിവിൽ നിയമലംഘനം, അതുപോലെ തന്നെ ഏതും നമ്മളോട് ചോദിക്കും, ക്വിറ്റ് ഇന്ത്യ ചോദിക്കും. ഓൾട്ടർനേറ്റീവ് പാത്ത്, മറ്റു വഴികളിലൂടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശ്രമിച്ച സംഘടനകളെ പേരുകളൊക്കെ നമ്മുടെ ഇപ്പോൾ ഹാഫ് ഇയർലി എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതും പഠിച്ചു വെച്ചാൽ ഓക്കെ, 5 മാർക്ക് കളയാൻ പാടില്ല. അപ്പൊ അടുത്ത് നോക്കിയേ, ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് അഥവാ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറഞ്ഞ ചാപ്റ്റർ 4 മാർക്കിനാണ് ചോദിക്കുക. ഇതിൽ നിന്ന് നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യം സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ, എന്താണ് സംസ്ഥാനങ്ങൾ രൂപീകരണം, ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള അല്ലെ എന്താണ് ലിംഗ്വിസ്റ്റിക് റീ ഓർഗനൈസേഷൻ, അത് പഠിക്കാനുണ്ട്. പിന്നെ നമ്മുടെ സാമ്പത്തികമായിട്ട് എക്കണോമിക്കലി വന്ന മാറ്റങ്ങൾ, ഇന്ത്യയിലെ സ്പേസ് റിസർച്ചിലെ ബഹിരാകാശ ഗവേഷണ രംഗത്ത് വന്ന മാറ്റം, നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി, എന്താണ് സാങ്കേതിക വിദ്യയിൽ വന്ന മുന്നേറ്റം, ഇന്ത്യയിലെ വിദ്യാഭ്യാസം എഡ്യൂക്കേഷനിൽ വന്ന മാറ്റം, കുറേ കമ്മീഷൻസിന്റെ പേരൊക്കെ പഠിച്ചിട്ടില്ലേ, കോത്താരി, ലക്ഷ്മണസ്വാമി, മുതലിയാർ തുടങ്ങിയിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അടുത്തത് കേരള ടുവേർഡ്സ് മോഡേണിറ്റി, കേരളം ആധുനികതയിലേക്ക്. 4 മാർക്കിന് നമ്മളോട് എന്ത് ചെയ്യും, ഇവിടെ നിന്നും ചോദ്യം ചോദിക്കും. നമ്മൾ മുമ്പൊക്കെ എപ്പോഴും പറയുന്ന പോലെ അല്ലേ, നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഉപമ പറയാറുണ്ട്, കടലിൽ കായം കലക്കിയ പോലെ. എത്ര പഠിച്ചാലും ഒന്നും ആവാത്തൊരു ചാപ്റ്റർ 4 മാർക്കിന് ചോദിക്കും. പക്ഷെ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളത് ആർക്കും ഒരു പിടുത്തം കിട്ടൂല. ഇതിൽ പ്രീവിയസ് ഇയർ തന്നെയാണ് പലപ്പോഴും അല്ലെ, വീണ്ടും വീണ്ടും കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്നും എന്ത് ചെയ്തിട്ടുള്ളത്, എപ്പോഴും ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ഒക്കെ വെച്ചിട്ട് പറ്റുന്ന രീതിയിലൊക്കെ പഠിക്കുക. കാരണം ഈ ചാപ്റ്ററിന് മാത്രം വലിയൊരു സമയം നമ്മൾ ചിലവാക്കരുത്. കുറഞ്ഞ സമയം വെച്ചിട്ട് പ്രീവിയസ് ഇയർ ഒക്കെ വെച്ചൊന്ന് പഠിച്ചിട്ട് പോവാം. ഓക്കെ, പിന്നെ ഏതാ അവസാനത്തത്, സോഷ്യോളജി വാട്ട് വൈ, 3 മാർക്ക്. ഇതാകെ 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് ഇരുന്നാൽ പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് സോഷ്യോളജി വാട്ട് വൈ എന്ന് പറയുന്ന ചാപ്റ്റർ. ഇതിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, സമൂഹത്തെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പഠന രീതികൾ, അഭിമുഖം, അതുപോലെ കേസ് സ്റ്റഡി, അതുപോലെ നമ്മുടെ നിരീക്ഷണം, ഒബ്സർവേഷൻ, സോഷ്യൽ സർവേ, ഇങ്ങനത്തെ കാര്യങ്ങൾ, ഈ 4 കാര്യങ്ങളും പഠിച്ചു പോകണം. മിക്കവാറും കഴിഞ്ഞ വർഷമൊക്കെ എല്ലാവരും അത് പഠിച്ചു പോയി. പക്ഷേ എക്സാമിന് ചോദിച്ചത് സമൂഹശാസ്ത്രം അല്ലെങ്കിൽ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് വളർന്നു വരാൻ കാരണമായ 3 വിപ്ലവങ്ങൾ, റെവല്യൂഷൻസ് ഏതൊക്കെയാണെന്നാണ്. അതൊക്കെ നിങ്ങളൊന്ന് നോക്കിയിട്ട് പോവുക. ഇത്രയും കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. സോ ഇനി എന്ത് ചെയ്യും, നിങ്ങളുടെ SS2 അഥവാ സോഷ്യൽ സയൻസ് 2, നിങ്ങൾ ഹിസ്റ്ററി അല്ല ജോഗ്രഫി എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന SS2യെ കുറിച്ച് പറയാൻ ആര് വരുന്നു, നിങ്ങളെ പ്രിയപ്പെട്ട ഫസൽ സാറ് വരും. ഓക്കെ, ഇടാ SS2 അഥവാ നമ്മുടെ ജോഗ്രഫി, എക്കണോമിക്സ് ഒക്കെ ഉള്ള ഭാഗമുണ്ടല്ലോ, അതിൽ ഓപ്ഷണൽ ചാപ്റ്റേഴ്സ് എങ്ങനെ ചൂസ് ചെയ്യാം, കൂടാതെ ഓരോ ചാപ്റ്റേഴ്സിന് ജസ്റ്റ് ഒരു വെയിറ്റേജ് പറഞ്ഞിട്ട് നമുക്കത് നിർത്താം. ഓക്കെ, ഇത് പ്രകാരമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഓക്കെ, യെസ്. അപ്പോൾ ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ 1ാമത്തെയും 2ാമത്തെയും ചാപ്റ്റേഴ്സ്, സീസൺസ് ആൻഡ് ടൈം എന്നുള്ള ചാപ്റ്റർ, ഋതുഭേദങ്ങളും സമയവും, ഇൻ സെർച്ച് ഓഫ് ദ സോഴ്സ് ഓഫ് വിൻഡ്, കാറ്റിൻ്റെ ഉറവിടം തേടി, ഈ 2 ചാപ്റ്റേഴ്സ് നമുക്ക് ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. ഓർ ചാപ്റ്റേഴ്സ് ഓപ്ഷണലാണ്. എന്താ ഓപ്ഷണൽ ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അച്ഛൻ സാറ് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഞങ്ങളെല്ലാവരും പറഞ്ഞെന്നാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. അതിൽ 2 ചോദ്യങ്ങളായിട്ടാണ് വരിക. സീസൺസ് ആൻഡ് ടൈം എന്നൊരു ചോദ്യം, കാറ്റിൻ്റെ ഉറവിടം തേടി, ഇൻ സെർച്ച് ഓഫ് ദ സോഴ്സ് ഓഫ് വിൻഡിൽ നിന്നൊരു ചോദ്യം. അതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഓക്കെ, 8 മാർക്കാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് കിട്ടുന്നത്. 1 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, 2 നിന്നും 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കിട്ടുള്ളൂ, കാരണം ഒന്ന് നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, യെസ്. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഇവിടുത്തെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് 3+5 ആവാനാണ് ചാൻസ്. 3+5
ഓക്കെ, ആ രീതിയിലാണ് സാധാരണ ഒരു മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവാറുള്ളത്. 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും അല്ലെങ്കിൽ 4 അങ്ങനെ വരാറുണ്ട്. ഓക്കെ, അതായത് 2 ചോദ്യം വരാറുണ്ട്. 8 മാർക്കിന് ഒറ്റ ചോദ്യമല്ല, 2 ചോദ്യങ്ങളായിട്ടാണ് വരിക. അപ്പോൾ ആ 2 ചോദ്യം ഇവിടെ ഇപ്പുറത്തും ഉണ്ടായിരിക്കും. ഒരു 3+5 എങ്ങനെയെന്ന് മനസ്സിലായല്ലോ. 3 മാർക്കിൻ്റെ ചോദ്യത്തിന് ഇവിടെ 3 മാർക്കിൻ്റെ ഓർ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. 5 മാർക്കിൻ്റെ ചോദ്യത്തിന് ഇവിടെ 5 മാർക്കിൻ്റെ ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. സർ, ഇതിൽ ഏതെടുക്കണം പെട്ടല്ലോ. ഞാൻ പറയുന്നു നിങ്ങൾ ഒന്നാമത്തെ ചാപ്റ്റർ എടുക്കണം എന്നുള്ളത്. കാരണം ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മുടെ ഇക്കണോക്സ്, സോളിസ്റ്റിസ്, അതുപോലെ ഉത്തരായനം, ദക്ഷിണായനം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഓട്ടം സീസണും വിൻ്റർ സീസൺ, സ്പ്രിംഗ് സീസണ്, ഹേമന്തകാലം, അതുപോലെ വസന്തകാലം, അത് കഴിഞ്ഞാൽ നമ്മുടെ ടൈം കാൽക്കുലേഷൻ്റെ കുറച്ച് കാര്യങ്ങൾ, ആ 3 പ്രധാനപ്പെട്ട ലൈൻസ്. ഏതൊക്കെ ലൈനുകളെന്ന് അറിയില്ലേ? ഗ്രീനിച്ച് ലൈൻ എന്താണെന്ന് പഠിക്കണം, സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്താണെന്ന് പഠിക്കണം, ഐഡിയൽ, ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്താണ്. ഇത്ര അതിൽ പഠിക്കാനുള്ളൂ. നിങ്ങളെങ്ങാനും സെക്കൻഡ് ചാപ്റ്റർ എടുത്താൽ അതിലെ കണക്കുകൾ ഇങ്ങനെ നിരത്തി തരാം ഞാൻ. പ്രഷർ ബെൽറ്റുകൾ, ആദ്യം പ്രഷർ എന്താണ്, പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, പ്രഷർ ബെൽറ്റുകൾ, ഐസോബർ കഥ മൊത്തം. അത് കഴിഞ്ഞ് വിൻഡ് എന്താണ്, വിൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വിൻഡ്. എളുപ്പമാണ് പറയുമ്പോൾ. പക്ഷേ അതിൽ പ്ലാനറ്ററി വിൻഡ്സ് ഉണ്ട്, ലോക്കൽ വിൻഡ് ഉണ്ട്, സീസണൽ വിൻഡ് ഉണ്ട്, അതിൽ ലാൻഡ് ബ്രീസ്, സീ ബ്രീസ്, അതൊക്കെ അതിൽ പെട്ടതാണ്. മൺസൂൺ വിൻഡ് അതിൽ പെട്ടാണ്. വെസ്റ്റേർലീസ്, ഈസ്റ്റേർലീസ്, അതുപോലെ ട്രേഡ് വിൻഡ് ഒക്കെ അതിൽ പെടും. അവസാനം ലോക്കൽ വിൻഡും കഴിഞ്ഞ് സൈക്ലോണും കഴിഞ്ഞിട്ടേ പത്തി കൂട്ടാൻ പറ്റത്തുള്ളൂ. അത്രയും പണിയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ ഒന്നാമത്തെ ചാപ്റ്ററാണ്. ഒരു സംശയം വേണ്ട. അപ്പോൾ എന്തായാലും നമ്മുടെ ഓപ്ഷൻ എന്നുള്ളത് ഫസ്റ്റ് ചാപ്റ്ററാണ്. ഞാൻ ഒന്നാമത്തെ ചാപ്റ്റർ എടുക്കുന്നു. ഞാൻ നിങ്ങൾക്ക് എടുത്തു തരാൻ എല്ലാ ചാപ്റ്ററും എടുത്തു തരും. പക്ഷേ ഞാനൊരു SSLC വിദ്യാർത്ഥിയാണ്, കുട്ടിയാണ്. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ചാപ്റ്ററാണ് എടുക്കുക. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷനായിട്ട് നമുക്ക് വന്നത് 5ഉം 9ഉമാണ്. 5ഉം 9ഉം കണ്ണു മുറുക്കി ചിമ്പി എടുത്തോ. 5 അല്ലാതെ വേറൊരു പരിപാടി നമുക്കില്ല. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ, പൊതുചെലവും പൊതുവരുമാനവും എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. അതിൻ്റെ ഓപ്ഷണൽ ചാപ്റ്ററായിട്ട് നമുക്ക് തന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സർവീസസ്, ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും. എന്തുകൊണ്ട് 5ാമത്തെ ചാപ്റ്റർ നമ്മൾ ചൂസ് ചെയ്യണം? അതിന് കാരണം നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടി വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട് ഈ ചാപ്റ്റർ. ഇപ്പം കഴിഞ്ഞ ഈ എക്സാമിന് വേണ്ടി വിശദമായിട്ട് പഠിച്ച ചാപ്റ്ററാണ്. ഈ 9th ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ പിറകെ പോകാൻ പാടില്ല. എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ചാപ്റ്ററും 5th ചാപ്റ്ററാണ്. ഞാനാണെങ്കിൽ, നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഉറപ്പായും 5ാമത്തെ ചാപ്റ്ററാണ് ഞാൻ എടുക്കുക. ഓക്കെ, യെസ്. ഇനി നമുക്ക് ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ മാപ്പ്, ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ, ഐ ഇൻ ദ സ്കൈ ആൻഡ് ഡാറ്റ അനാലിസിസ്, ആകാശ കണ്ണുകളും അറിവിൻ്റെ വിശകലനവും. 4ഉം 6ഉം ഇതിൽ ഞാൻ എടുക്കാൻ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ എടുക്കും എന്നുള്ളത് നമ്മുടെ 4ാമത്തെ ചാപ്റ്ററാണ്. ഒരു സംശയം വേണ്ട. ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ മാപ്പ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിൽ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. നമുക്കതല്ലേ, കുറച്ച് പഠിച്ചിട്ട് ഇതിൽ നിന്ന് കിട്ടാവുന്ന 4 മാർക്ക് നമ്മൾ അടിച്ചെടുക്കണം. 4 മാർക്ക് നമ്മൾ 4 മാർക്കേ ഉള്ളൂ. അപ്പോൾ ഈ 4 മാർക്കിന് വേണ്ടി വളരെ കുറച്ച് പഠിച്ചാൽ മതി. അത് ഏതാണ്? ഈ 4ാമത്തെ ചാപ്റ്റർ തന്നെയാണ്. ടോപ്പോഗ്രഫിക് മാപ്പ്, ധരാതിലെ ഭൂപടം എന്താണ്, അതിൻ്റെ ഉപയോഗം, യൂസസ്, പ്രധാനപ്പെട്ട ഷീറ്റുകൾ, മില്യൺ ഷീറ്റ്, ആ ടോപ്പോഗ്രഫി മാപ്പിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ്, അത് നോക്കിയ ശേഷം നേരെ പോകേണ്ടത് അത് സിമ്പിൾസ് ആൻഡ് കളേഴ്സ്, പിന്നെ കോണ്ടൂർ ലൈൻസ്, അല്ലെങ്കിൽ അതിന് മുമ്പ് ഗ്രിഡ് റെഫറൻസ്, നോർത്തിങ് സീസിങ്സ്, ആ ഭാഗം. അവസാനത്തെ നമ്മുടെ ഇൻ്റർവിസിബിലിറ്റി കഴിഞ്ഞ അവസാനം നമ്മുടെ ഫീച്ചേഴ്സ്, മാർജിനൽ ഇൻഫർമേഷന്, കൾച്ചറൽ ഫീച്ചേഴ്സ്, അതുപോലെ ഫിസിക്കൽ ഫീച്ചേഴ്സ്, ഭൗതിക സവിശേഷത, സാംസ്കാരിക സവിശേഷത, ആ ഭാഗങ്ങൾ. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാൻ, വേറെ ഒന്നുമില്ല. അടുത്ത് ഇവിടെ നോക്കി നിങ്ങൾ ഐ ഇൻ ദ സ്കൈ ആൻഡ് ഡാറ്റ അനാലിസിസ് ആണെങ്കിലോ, റിമോട്ട് സെൻസിങ് മുതൽ ഏറ്റവും അവസാനത്തെ GPS വരെ ഒരു പട പഠിക്കാനുണ്ട്. ഞാനിവിടെ ലിസ്റ്റ് എണ്ണി തന്ന നിങ്ങൾ ചിലപ്പോൾ നയിപ്പും ഇത്രയും പഠിക്കാനുണ്ടോ അതിനകത്തുനിന്ന്. ഒരുപാടുണ്ട്. റിമോട്ട് സെൻസിങ് എന്താണ്, ആക്റ്റീവ് റിമോട്ട് സെൻസിങ്, പാസീവ് റിമോട്ട് സെൻസിങ്, ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി, ഏരിയൽ റിമോട്ട് സെൻസിങ്, അതുപോലെ പ്ലാറ്റ്ഫോം എന്താണ്, സെൻസർ എന്താണ്, വേറെ കഥയുണ്ട് അപ്പുറത്ത്. അതുപോലെ സാറ്റലൈറ്റുകളുടെ ഡിഫറെൻറ്റ് ടൈപ്പ്, ജിയോ സ്റ്റേഷനറി, സൺസിങ്ക്രോണസ്, വിശദമായിട്ട് പഠിക്കാനുണ്ട്. അതുപോലെ സ്പെക്ട്രൽ സിഗ്നേച്ചർ ഉണ്ട്, സ്പേഷ്യൽ റെസൊല്യൂഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് റിമോട്ട് സെൻസിങ്ങിന് യൂസസ് ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ പോകുമ്പോൾ GIS ഉണ്ട്, GISൻ്റെ യൂസസ് ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഒരുപാട് പടം പോകുന്നുണ്ട്. അപ്പം അതിനെ കേൾക്കുമ്പോൾ തന്നെ പേടിയാവും. ഈ ചാപ്റ്റർ നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടോ? നോക്കേണ്ട ആവശ്യമില്ല. സർ, ഈ എല്ലാ ചാപ്റ്ററും പഠിച്ചു വെച്ച് പഠിച്ചെന്നത് കുഴപ്പമൊന്നുമില്ല, സമയമുള്ളവർ പഠിച്ചോളി. ഒരുപാട് സബ്ജക്റ്റ്, മാത്സ് പോലുള്ള ഒരുപാട് സബ്ജക്റ്റ് പഠിക്കാണ്ടതുകൊണ്ട് ഇതിനൊന്നും വല്ലാതെ സമയം സ്പെൻഡ് ചെയ്യേണ്ട. നിങ്ങൾ ഈ 3 ചാപ്റ്റേഴ്സ് നോക്കിയാൽ മതി. 1 നോക്കുക, 5 നോക്കുക, 4 നോക്കുക. 1, 4, 5 ഞാൻ അതേ പറയത്തുള്ളൂ. ഓക്കെ, ബാക്കിയെല്ലാം നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി നമുക്ക് നിർബന്ധമായിട്ടും പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഉണ്ട്. വളരെ നിർബന്ധമായിട്ട് നമ്മൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് അത് ഏതൊക്കെയാണെന്ന് അറിയാലോ. നിർബന്ധമായിട്ട് പഠിക്കേണ്ട ചാപ്റ്ററാണ് 3ാമത്തെ ചാപ്റ്റർ, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ, മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ. ആ ചാപ്റ്റർ വലിയ ചാപ്റ്ററാണ്, പക്ഷേ 4 മാർക്കേ ഉള്ളൂ. നിർബന്ധമായിട്ടും അത് പഠിച്ചാൽ മതിയോ. പിന്നെ നമ്മുടെ 7ാമത്തെ ചാപ്റ്റർ, 8ാമത്തെ ചാപ്റ്റർ, 10ാമത്തെ ചാപ്റ്റർ.
7ഉം 8ഉം ഒരേപോലെ പോകുന്ന ചാപ്റ്റേഴ്സ് ആണ് ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റിയും റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യയും. രണ്ടും നിങ്ങൾക്ക് കുറച്ച് പേടിയുണ്ടെന്ന് അറിയാം, അതിലൊരു പേടിയും വേണ്ട. അതിൽ 7ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും 8ാമത്തെ ചാപ്റ്ററിൽ നമുക്കൊരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും വരാനുണ്ട്. ഓക്കെ, അതുപോലെ 10ാമത്തെ ചാപ്റ്ററിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതെല്ലാം നമുക്ക് സിമ്പിളായിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, എല്ലാത്തിനും ആര് കൂടെ ഉണ്ടായിരിക്കും? ഞാനും മത്സൽ സാറും യദു സാറും ഒക്കെ കൂടെ ഉണ്ടായിരിക്കും. ഏകൺ ഇവിടെ ഉണ്ട്. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഓക്കെ, അപ്പോൾ എനിവേ ബാക്കി കഥകളൊക്കെ നമുക്ക് പറയാം. ഇനി ഓപ്ഷണൽ ചാപ്റ്റേഴ്സ് എങ്ങനെ എടുക്കണം എന്നതിനെക്കുറിച്ച് ഒരു കൺഫ്യൂഷനും മാർക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പം ഞാൻ വിശദമായിട്ട് പറഞ്ഞു തന്നു, പ്രൂഫ് സഹിതം പറഞ്ഞു ഏതെടുക്കണം എന്നുള്ളത്. 1 എടുക്കണം 1, 2ൽ നിന്ന്. അതുപോലെ 4ഉം 6ൽ നിന്നും 4 എടുക്കണം. 5ഉം 9ൽ നിന്ന് 5 എടുക്കണം. ഓക്കെ, ഇനി സംശയമൊന്നും ഉണ്ടാവാൻ പാടില്ല. പോകുന്നു, ഇനിയും കാണണം. താങ്ക് യു, ബൈ, സി യു.